ആദ്യം തന്നെ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും വ്യൂവേഴ്സിനോടും എന്നെ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്ത് എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അതിനുള്ള കാരണം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും കമൻറ്റും ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും ശ്രമിക്കണേ. അപ്പം എന്താണ് സന്തോഷ വാർത്ത എന്നല്ലേ, എൻ്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ 2018 ഒരു ടച്ച് ഫോൺ ആദ്യമായിട്ട് വാങ്ങിക്കുന്നത്. ആ ടച്ച് ഫോൺ വാങ്ങി അപ്പോൾ എനിക്ക് യൂട്യൂബ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ യൂട്യൂബിൻ്റെ ABCD പോലും എനിക്ക് അന്നൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഞാൻ കുറേ ട്യൂട്ടോറിയൽസ് ഒക്കെ കണ്ടു. വീട്ടിലിരുന്ന് എങ്ങനെ ഒരു വരുമാനം ഉണ്ടാക്കാം എന്നുള്ള ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നോക്കി കണ്ട് വന്നപ്പോഴാണ് ഇങ്ങനെ യൂട്യൂബിൻ്റെ ട്യൂട്ടോറിയൽസ് ഒക്കെ കണ്ടത്. അങ്ങനെ ഞാൻ കുറേ ട്യൂട്ടോറിയൽസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടി. അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഞാൻ തൊടുപുഴയ്ക്ക് വന്നതിന് ശേഷം ഞാൻ ഒരു അക്കൗണ്ടിൽ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടു. ആദ്യം ഇട്ടത് കുക്കിംഗ് വീഡിയോസൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ കുക്കിംഗ് വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി അതിനകത്ത് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. മറ്റൊന്നുമല്ല, നമ്മൾ കുക്കിംഗ് വീഡിയോ ഇടുമ്പോഴേക്കും കുക്ക് ചെയ്യാൻ ആവശ്യമായ പാത്രങ്ങളൊക്കെ വേണം. നല്ല വൃത്തിയുള്ളതെന്നല്ല, നല്ല പാത്രങ്ങളൊക്കെ വേണം. വൃത്തിയുള്ള നല്ല കേടുപാടുകളൊന്നും ഇല്ലാത്ത പാത്രങ്ങളൊക്കെ വേണം. പിന്നെ കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വേണം. പക്ഷെ അന്നത്തെ എൻ്റെ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഇതെല്ലാം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റിയില്ലായിരുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അത് അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് പിന്നെ കുറച്ച് നാൾ അങ്ങനെ അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ഞാനൊരു തിയോളജി പഠിച്ച ആളാണ്, എന്നാൽ പിന്നെ ഒരു ഡിവോഷണൽ ചാനൽ തുടങ്ങാമെന്ന് വിചാരിച്ച് കുറച്ച് ബൈബിൾ വായനയൊക്കെ ആയിട്ട് ഒരു ചാനൽ അങ്ങോട്ട് തട്ടി കുടഞ്ഞെടുത്തു. എന്നിട്ട് അതും കുറച്ച് നാളുകൾ അങ്ങ് പോയി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ അതും നിർത്തി. അപ്പൊ ഇതിനിടയിൽ പല ജോലികൾക്ക് പോകുന്നുണ്ട് കേട്ടോ. കാരണം വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കണമല്ലോ. നമ്മൾ ഒരു പട്ടാളമായത് കൊണ്ട് തന്നെ ഞാൻ പണിയെടുത്താൽ മാത്രമേ എല്ലാ കാര്യങ്ങളും നടക്കുകയുള്ളൂ. അപ്പോഴാണ് വീണ്ടും ഉള്ളിലെ ഈ ഒരു ആഗ്രഹം ഇങ്ങനെ കിടക്കുകയാണ്, യൂട്യൂബ് ചാനൽ തുടങ്ങണം, എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ കൂടുതലായിട്ടും എൻ്റെ മനസ്സിൽ വന്ന് എപ്പോഴാണെന്നറിയാവോ, എനിക്ക് പല വിധങ്ങളായുള്ള രോഗങ്ങൾ ഇങ്ങനെ കൂടി വന്നു. എനിക്ക് പലപ്പോഴും ഞാൻ ജോലി ചെയ്തിരുന്നത് പോലെ എനിക്ക് ഉഷാറായിട്ട് ജോലി ചെയ്യാൻ പറ്റാതെ വന്ന ഒരു സാഹചര്യമൊക്കെ വന്നപ്പോഴേക്കും ഇനി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം എന്ന് ഞാനങ്ങ് വിചാരിച്ചു. എന്നിട്ട് ഞാനൊരു യൂട്യൂബ് ചാനൽ വീണ്ടും തുടങ്ങി. ആദ്യം തുടങ്ങി വെച്ച ചാനൽ പോരാതെ വീണ്ടും ഒരു ചാനൽ അങ്ങോട്ട് തുടങ്ങി. അതിൽ കുറേ വീഡിയോസൊക്കെ അങ്ങ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്തായി, അതും നിന്നുപോയി. ഇതെല്ലാം കുക്കിംഗ് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ആ കുക്കിംഗ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസാണ് അങ്ങ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതും നിന്നുപോയി കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ എന്നാ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ വീണ്ടും യൂട്യൂബ് ട്യൂട്ടോറിയൽസ് കാണാൻ തുടങ്ങി. കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അതിനകത്ത് 1-2 പേരുടെയൊക്കെ വീഡിയോസ് കണ്ടു കഴിഞ്ഞപ്പോൾ അവരതിനകത്ത് പറയുന്നുണ്ട്, കുറച്ച് നാളായിട്ട് ഡെഡായിട്ട് കിടക്കുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് മുൻപോട്ട് കയറ്റിക്കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങി മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പുതിയൊരു ചാനൽ തുടങ്ങുക, പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ഫസ്റ്റ് തൊട്ട് വീഡിയോസ് ഇട്ട് പോകാൻ പറഞ്ഞു. അപ്പം പിന്നെയെങ്കിൽ അങ്ങനെയാകാമെന്ന് വിചാരിച്ച് ഞാൻ കഴിഞ്ഞ വർഷം, അതായത് 2024 ഓഗസ്റ്റ് മാസമാണെന്ന് തോന്നുന്നു, ഞാൻ ഒരു അക്കൗണ്ട് തുടങ്ങി. അക്കൗണ്ട് തുടങ്ങി എന്നല്ലാതെ തുടങ്ങി അന്ന് തന്നെയൊന്നും വീഡിയോ ഇട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് ഇതിനകത്ത് വീഡിയോ ഇട്ടതെന്ന് പറഞ്ഞാൽ, ആ സമയത്ത് എനിക്ക് എൻ്റെ നാടായ കരിമ്പൻ വരെ പോകേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ബസ്സിലിരുന്ന് കുറേ വീഡിയോ ഇങ്ങനെ പിടിച്ചു. കുറേ ആ യാത്രയുടെ ആ ഭാഗങ്ങളൊക്കെ കുറേ അങ്ങ് പിടിച്ചു. എന്നിട്ട് ഞാൻ അതാണെന്ന് തോന്നുന്നു ആദ്യത്തെ ഒരു വീഡിയോ ഇട്ടത്. എൻ്റെ സ്വന്തം നാട്ടിലേക്കുള്ള യാത്രയെന്നോ അങ്ങനെ മറ്റോ ആയിരുന്നു അതിൻ്റെ ഒരു ക്യാപ്ഷൻ കൊടുത്തിരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ആ വീഡിയോ ഇട്ടു. പിന്നെ ഞാൻ പതുക്കെ ഞാൻ അവിടെ ഇവിടെയൊക്കെ പോകുന്ന വീഡിയോസും പതിയെ ഉണ്ണിയപ്പത്തിൻ്റെ കച്ചവടത്തിൻ്റെ വീഡിയോസും അങ്ങനെ പതുക്കെ ഓരോന്നോരോന്നായിട്ട് അങ്ങിട്ട് തുടങ്ങി. അപ്പം മനസ്സിൽ ഒരു
ലക്ഷ്യം ഞാൻ ബിൽഡ് ചെയ്തു. അതായത് എൻ്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല, എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും കയറി കിടക്കാൻ സ്വന്തമായൊരു വീട് ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യമാണ് എന്നെ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുവാനായിട്ട് കമ്പൽ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം എൻ്റെ ആരോഗ്യം വെച്ച് എനിക്ക് റെഗുലറായിട്ട് ഒരു പണി കുറേ നേരം നിന്ന് ചെയ്യാൻ പറ്റുന്നില്ല. മറ്റൊരിടത്ത് പോയി ജോലി ചെയ്യാൻ പറ്റില്ല. എന്നാൽ കഴിയുന്ന ഒരു രീതിയിൽ ഈ ഉണ്ണിയപ്പ കച്ചവടമൊക്കെ പതുക്കെ എന്നെ കഴിയുന്ന രീതിയിൽ ചെയ്യുക എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്നാൽ കഴിയുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്യാൻ പറ്റില്ല. ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം മാത്രം എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരവസ്ഥയിലേക്ക് ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ ഇങ്ങനെ നല്ല വീഡിയോ ഒക്കെ ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കുന്നവരുടെ പലരുടെയും വീഡിയോസൊക്കെ കണ്ടു. എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് യൂട്യൂബ് വരുമാനം കിട്ടി. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സന്തോഷമാണ്. അപ്പം പിന്നെ എനിക്ക് തുടർച്ചയായിട്ട് വീഡിയോ ഇടാനുള്ള ഈ ഒരു ഇൻസ്പിറേഷനാണ് അതിനകത്തുനിന്ന് കിട്ടിയത്. അപ്പം ഞാൻ ഓർത്തു, എനിക്ക് അവർക്കൊക്കെ പറ്റുമെങ്കിൽ എനിക്കും പറ്റും. വീട്ടിലിരുന്ന് ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ഇടുന്ന അവർക്ക് പറ്റുമെങ്കിൽ എനിക്ക് സാധിക്കും എന്ന് ഞാൻ അങ്ങനെ അങ്ങോട്ടൊരു ധൈര്യത്തോടു കൂടി ആ ഗോൾ അങ്ങ് ഫിക്സ് ചെയ്തു. അങ്ങനെ ഞാൻ വീഡിയോസ് ഇട്ട് തുടങ്ങി. എന്തായാലും എൻ്റെ നല്ലവരായ സബ്സ്ക്രൈബേഴ്സ് എന്നെ സബ് ചെയ്തത് കൊണ്ട് എനിക്ക് ദൈവകൃപയാൽ ഇന്നലെ 1000 സബ് തികഞ്ഞു. അപ്പം ഞാൻ ഒത്തിരി എക്സൈറ്റഡ് ആണ്. കാരണം ആദ്യമുള്ള എൻ്റെ ചാനലുകളൊന്നും 100 പോലും കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ ഇത് 1000 കിട്ടിയപ്പോൾ ഞാൻ ഐ എം സോ ഹാപ്പി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു വീട് പണിയുമ്പോൾ നമ്മൾ അതിൻ്റെ വാനം മാന്തി കല്ലിട്ട് പിന്നെ അതിൻ്റെ ബേസ്മെന്റ് പണിത് കട്ടള വെച്ച് കട്ടപ്പൊക്കം കഴിഞ്ഞ് അങ്ങനെ ബിൽഡ് ചെയ്യുന്നത് പോലെയാണ് നമ്മളൊരു യൂട്യൂബ് ചാനൽ കൊണ്ടുപോകുന്നത്. അപ്പം ഞാൻ പതുക്കെ ഇത് തുടങ്ങി വെച്ചു, വീഡിയോസ് ഇട്ടു. ഇതിനിടയ്ക്കൊക്കെ ഉണ്ടല്ലോ എനിക്കത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ട് പോകാൻ പറ്റാത്ത ഒത്തിരി സാഹചര്യങ്ങളുണ്ടായി. എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് മൂലം എനിക്ക് പല ദിവസങ്ങളിലും വീഡിയോ ഇടാൻ പറ്റാതെ വന്നു, എനിക്ക് സൗണ്ട് കൊടുക്കാൻ പറ്റാതെ വന്നു. അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ നിർത്തി ഇടയ്ക്ക്. ഞാൻ കഴിഞ്ഞ ഓഗസ്റ്റിൽ തുടങ്ങിയപ്പോൾ ഏകദേശം ഒരു 9 മാസമായി. പക്ഷെ ഈ 9 മാസത്തിനിടയ്ക്ക് ഞാൻ വർക്ക് ചെയ്തു എന്ന് പറയുന്നത് ഒരു 3 മാസമാണ് കേട്ടോ. അതിനിടയ്ക്ക് പല ദിവസങ്ങളിലും എനിക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റാതെ വന്നതിൻ്റെ സാഹചര്യം ഇതാണ്. ഇപ്പോഴും ചെയ്തിട്ടേക്കുന്ന പല വീഡിയോസും ഉണ്ടായിരുന്നു, വോയിസ് ഓവർ ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ ഉള്ളൊരു സാഹചര്യത്തിൽ ഞാൻ എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തു പോയി. എന്തായാലും എനിക്ക് 1000 സബ്ബായി. അപ്പൊ ഞാൻ ഒരു പടി വാരം മാന്തി എന്ന് പറഞ്ഞ വീട് വെക്കാനല്ല, എൻ്റെ യൂട്യൂബ് ചാനലിന് ഞാൻ ഒരു പടി കയറി എന്ന് പറയുമ്പോൾ ഞാൻ 1000 സബ് നേടി. ഇനി അടുത്ത ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് 4000 വാച്ച് അവർ തയ്ക്കണം. ഞാൻ ഏകദേശം 1500ഓളം വാച്ച് അവർ ആയിട്ടുള്ളൂ. ഇനി എൻ്റെ മുൻപിൽ ഒരു 3 മാസം മാത്രമേ ഉള്ളൂ. 365 ദിവസത്തിനുള്ളിൽ 4000 വാച്ച് അവർ. അപ്പം ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇനി ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഈ 3 മാസത്തിനുള്ളിൽ എനിക്ക് ഏകദേശം ഒരു 3000ഓളം വാച്ച് അവർ നേടിയെടുക്കണം. അതാണ് എൻ്റെ മുൻപിലുള്ള ലക്ഷ്യം. എൻ്റെ ഗോളിൽ എനിക്ക് എത്തിച്ചേരാൻ ഞാൻ കുറെ കടമ്പകൾ കടക്കേണ്ടതുണ്ട്. അപ്പം അതിനിടയിലൂടെ എൻ്റെ ഉണ്ണിയപ്പ കച്ചവടം നടക്കണം, എൻ്റെ മറ്റെല്ലാ കാര്യങ്ങളും നടക്കണം. അപ്പം ഞാൻ ഇതൊരു ജോലി പോലെയാണ് ഞാനിപ്പോൾ കൊണ്ടുപോകുന്നത്. ഇനി ഇതിന് നമുക്ക് വീഡിയോസ് ഇടുന്നതിന് ഒരു കൃത്യമായിട്ടുള്ളൊരു ടൈമിങ് വേണം. പലപ്പോഴും അത് ചെയ്യാൻ പറ്റുന്നില്ല. അതൊന്ന് സെറ്റ് ചെയ്യണം, അതും കൂടി സെറ്റ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, എനിക്ക് യൂട്യൂബ് മുൻപോട്ട് കൊണ്ടുപോയേ തീരൂ. എനിക്കിതിൽ നിന്നൊരു വരുമാനം കണ്ടെത്തിയേ തീരൂ. കാരണം എൻ്റെ മുൻപിൽ മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ മോളിപ്പം മൂത്തയാളാണെങ്കിൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്നതേ ഉള്ളൂ, അവൾക്കൊരു ജോലി ആയിട്ടില്ല. പിന്നെ ഉള്ളത് ഞാനാണ്. പിള്ളേരുടെ അച്ഛൻ അഥവാ എൻ്റെ ഭർത്താവ്, അയാൾ ഞങ്ങളെ ഇട്ടേച്ച് പോയിട്ട് ഉപേക്ഷിച്ച് പോയിട്ട് ഇപ്പോൾ 8 വർഷത്തോളം ആകുന്നു.
അപ്പൊ ഇതിനിടയിൽ എല്ലാ കാര്യങ്ങളും അത്യാവശ്യം നടന്നുപോയി. മറ്റു പലരും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഞങ്ങൾ ഇതിവിടം വരെയൊക്കെ എത്തി നിൽക്കുന്നു. ഇപ്പം എനിക്കൊരു വരുമാന മാർഗമില്ലാതെ മുൻപോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ ഈ യൂട്യൂബിൽ നിന്നും ഒരു വരുമാനം നേടിയെടുക്കുക, അതിനു വേണ്ടിയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. എനിക്ക് ഒരു സ്വന്തമായിട്ട് വീട് വെക്കാൻ വേണ്ടി ഒരു 5 സെന്റ് സ്ഥലം അല്ലെങ്കിൽ ഒരു 3 സെന്റ് സ്ഥലം എനിക്ക് വേണം. എനിക്ക് സ്വന്തമായിട്ട് സ്ഥലമുണ്ട്, പക്ഷെ ആ സ്ഥലത്ത് എനിക്ക് വീട് വെക്കാൻ പറ്റത്തില്ല. അതിന് വഴി സൗകര്യമില്ല. എന്നാൽ ആ സ്ഥലം ഒന്ന് വിറ്റിട്ട് എനിക്ക് മറ്റൊരു സ്ഥലം വാങ്ങാമെന്ന് വെച്ചാല് അതിനൊട്ട് സാധിക്കുന്നതുമില്ല. ഞാൻ കുറെ ബ്രോക്കർമാരെയൊക്കെ കണ്ടു, അവരുടെ അടുത്ത് പറഞ്ഞു. അവരൊക്കെ പറയുന്നത് ആ സ്ഥലമൊന്നും ആർക്കും വേണ്ട, വഴിയില്ലാത്ത സ്ഥലം ആർക്കും വേണ്ട. ബാങ്കിലൊന്ന് വെച്ച് ലോൺ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വഴിയില്ലാത്ത സ്ഥലത്തിന് ലോൺ കിട്ടത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ എന്റെയും എൻ്റെ മക്കളുടെയും സകല പ്രതീക്ഷകളും, ഒരു വീട് എന്നുള്ള ഞങ്ങളുടെ സ്വപ്നം ഇപ്പോൾ എന്നാന്ന് പറയുന്നത് തകർന്നുപോയി. ഞങ്ങളൊരു വീട്, കൊച്ചു കുട്ടികള് കളിക്കാനായിട്ട് കുടില് കെട്ടും. ഞാനൊക്കെ ചെറുപ്പത്തില് വീട് കെട്ടി കളിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ കമ്പും അതും കമ്പുകളൊക്കെ തൂണ് വെച്ച് ഇത് ഇങ്ങനെയൊക്കെ വെച്ച് ഒരു വിധത്തിൽ ഇങ്ങനെ കെട്ടിപ്പണത് വരുമ്പോഴേക്കും എന്തു പറ്റും? ഇത് അടപടലം താഴേക്ക് പോകും. എന്തുകൊണ്ടാ? അതിന് ബലമില്ല, ഇല്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞങ്ങളുടെ സ്ഥലമുള്ളത് ഞങ്ങൾക്ക് ഉണ്ടെന്ന് പറയുന്നതും ഇല്ല എന്ന് പറയുന്നതും തുല്യമാണ്. ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇല്ല എന്നതിന് തുല്യമാണ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും. കാരണം ഞങ്ങൾക്കത് വിൽക്കാനോ അത് ഉപയോഗത്തിലാക്കുവാനോ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. കാരണം അത് കൃഷിക്ക് മാത്രമേ പറ്റുള്ളൂ. ആ സ്ഥലം അവിടെ കൃഷി നടത്താം. കാരണം നല്ല വെള്ളമുള്ള സ്ഥലമാണ്. ഏല കൃഷിക്കൊക്കെ വേണ്ടി നല്ല സ്ഥലമാണ്. എൻ്റെ സ്വന്തം സ്ഥലം എന്ന് പറയുന്നത് കരിമ്പനാണ്. അപ്പൊ ആ ഒരു സ്ഥലത്ത് നമുക്ക് വീട് വെക്കാനായിട്ട് പറ്റുന്ന ഒരു സ്ഥലമല്ല. റോഡ് ചേർന്ന് എനിക്ക് സ്ഥലമില്ല. അപ്പൊ എന്താ പറയുന്നത്, മാതാപിതാക്കൾ ഉണ്ടായിരുന്ന കാലം എത്രയോ മനോഹരമാണെന്ന് ഞാൻ ചിന്തിച്ചു പോവുക. നമ്മളുടെ കണ്ണൊന്ന് നിറഞ്ഞാല് അവരുടെ നെഞ്ചൊന്ന് പെടയുമായിരുന്നു. ഇപ്പൊ നമ്മളുടെ കണ്ണൊന്ന് നിറഞ്ഞാല് കാണാൻ ആരുമില്ല. എൻ്റെ ചാച്ചനും അമ്മയും 2 പേരും മരിച്ചുപോയി. നമ്മളുടെ കണ്ണ് നിറയുമ്പോൾ ചങ്കു പിടങ്ങുന്ന ആ 2 വ്യക്തികൾ എനിക്കിന്നില്ല. അവരുണ്ടായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു, എനിക്കറിയാം. എനിക്കിപ്പോൾ ആ സ്ഥലം ഒന്ന് വിറ്റ് ഒരു പൈസ കിട്ടിയാൽ മാത്രമേ ഒരു വീട് വെക്കാൻ പറ്റത്തുള്ളൂ. അതല്ലാതെ എൻ്റെ മുന്നിൽ ഒരു മാർഗമില്ല. എനിക്കൊരു ഗവൺമെന്റ് ജോലിയില്ല. സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് പോയി നിന്ന് ജോലി ചെയ്യാനുള്ള ആരോഗ്യമില്ല. എന്നെ കാണുമ്പോഴൊരു കുഴപ്പമില്ല. പക്ഷെ ഈ ശരീരത്തിൽ നമ്മൾ അനുഭവിക്കുന്ന വേദനകൾ ആരുടെ അടുത്ത് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റത്തില്ല. അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇതൊക്കെ നിങ്ങളുടെ മുന്നിൽ എന്തിനു പറയുന്നു എന്ന് വിചാരിക്കും. എന്നെ പോലെ ഇങ്ങനെ അനുഭവിക്കുന്ന ഒത്തിരി സ്ത്രീകളുണ്ട്. നമ്മുടെ മുൻപേ കണ്ടില്ലേ ഷൈനി? ആ കുട്ടിക്ക് രോഗമല്ലായിരുന്നു പ്രശ്നം. ആ കുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് നമ്മൾ കണ്ടതാ. ആ കുഞ്ഞുങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ആ നോവിയുടെ വീട്ടുകാരോ ഷൈനിയുടെ വീട്ടുകാരോ ഒന്ന് തുനിഞ്ഞിരുന്നെങ്കിൽ ആ 3 കുഞ്ഞുങ്ങൾ, ആ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് ആ ഷൈനി ട്രെയിനടിയിൽ ചാടില്ലായിരുന്നു, ഇല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. നമ്മളെ ചേർത്തടയ്ക്കാൻ ആരെങ്കിലും നമ്മൾക്ക് ധൈര്യം പകരാൻ ഉണ്ടെങ്കിൽ പെട്ടെന്നാരും അങ്ങനെ ചിന്തിക്കില്ല. ഇപ്പോൾ എന്നെ പോലെ മറ്റൊരു വ്യക്തി ബോൾഡ് ആവണമെന്നില്ല. ആ കുട്ടിക്ക് അതൊന്നും സഹിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ജീവിതത്തിൽ ഇത്രയേറെ ട്രയൽസ് വന്നപ്പോഴും എന്താ പറയുന്നത്, ഞാൻ പിടിച്ചു നിന്നു. എൻ്റെ ദൈവം എനിക്ക് അതിനുള്ള കരുത്ത് തന്നു. പിന്നെ എൻ്റെ നല്ലവരായ കൂട്ടുകാര് എന്നെ എന്താ പറയുന്നത് ചേർത്ത് പിടിച്ചു. പക്ഷെ ചില സമയത്തൊക്കെ നമ്മൾക്ക് ചില സാഹചര്യങ്ങളിൽ നമ്മൾക്ക് എന്താ പറയുക ആരുമില്ല എന്ന് തോന്നിപ്പോകുന്ന ഒരവസ്ഥകൾ നമുക്ക് വരാറുണ്ട്. അപ്പൊ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. കാരണം ഞാനൊരു രോഗിയാണ്. എനിക്ക് പല പല രോഗങ്ങളുണ്ട്. ഡിസ്കിന്റെ പ്രശ്നം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഏറെ നേരം നിന്ന്
ജോലി ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ആസ്മയുടെ പ്രശ്നം എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട്. അങ്ങനെ ഒക്കെയുള്ള രോഗാവസ്ഥകളിൽ പല സമയത്തും ഞാൻ ചിന്തിക്കാറുണ്ട്, എനിക്ക് എന്തെങ്കിലും വന്നുപോയാൽ എൻ്റെ മക്കൾക്ക് ആരുണ്ട്? അവർക്ക് കയറി കിടക്കാനൊരു വീടുണ്ടോ? ഇല്ല. എനിക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, എനിക്ക് കുറെ സ്വർണം ഇട്ട് നടക്കണമെന്നോ എന്താ പറയുന്നത് പട്ടുമെത്തയിൽ ഉറങ്ങണമെന്നോ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും ഇല്ല എനിക്ക് ഒരേ ഒരു ആഗ്രഹം, സ്വന്തമായിട്ട് അടച്ചുറപ്പുള്ള ഒരു വീട്ടിൽ എൻ്റെ കുഞ്ഞുങ്ങളെ ഭദ്രമാക്കി ഏൽപ്പിച്ചതിന് ശേഷം എൻ്റെ ജീവൻ എൻ്റെ തമ്പുരാൻ എടുത്താൽ എനിക്ക് ഒരു സങ്കടവും ഇല്ല. കാരണം പിന്നീട് അവർക്ക് ജീവിക്കാൻ, അവർക്ക് നിൽക്കാൻ ഒരു വീടുണ്ടെങ്കിൽ അവർക്ക് പഠിക്കാൻ സാധിക്കും, അവർക്ക് ജോലി നേടാൻ സാധിക്കും, അതൊക്കെ കഴിയും. പക്ഷെ സ്വന്തമായ ഒരു വീടില്ലെങ്കിൽ, ഇത് ഞങ്ങൾ താമസിക്കുന്ന ഈ വീട് വാടക വീടാണ്. ഞാൻ വാടക വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് വർഷം 18 കഴിഞ്ഞു. 18 വർഷത്തോളം കഴിഞ്ഞു. എന്താ പറയാന്ന് എനിക്കറിയില്ല. ഉള്ളിൻ്റെ ഉള്ളിലെ ആ വിങ്ങലുകളെ നമുക്ക് പുറത്തേക്ക് പറയാനും വയ്യ, പറയാതിനി വയ്യ എന്ന് പറഞ്ഞൊരവസ്ഥയാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും, പറഞ്ഞില്ലെങ്കിൽ എന്താവും? പലപ്പോഴും ഇങ്ങനെ എനിക്ക് BP കൂടാറുണ്ട്. BP കൂടുതലായിട്ട് ഞാൻ രാവിലെ എനിക്ക് BP നോർമലായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് BP ഹൈയായി. എന്താ? പലപ്പോഴുമുള്ള ഈ ചിന്തകൾ, ഈ ടെൻഷൻസ് നമ്മളെ വലിയൊരു ആപത്തിലേക്ക് എത്തിക്കും. അതുപോലെ എന്നെ പോലെ ഈ അവസ്ഥയിൽ കഴിയുന്ന അനേകരുണ്ട്. അപ്പൊ ഞാൻ കണ്ടെത്തിയ ഒരു വഴിയാണ് ഈ യൂട്യൂബ്. കാരണം എനിക്ക് എൻ്റെ ഫിസിക്കലായിട്ടുള്ള എനിക്ക് അധ്വാനം ഇനി ഒത്തിരി സാധിക്കില്ല എന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. കാരണം എന്നെ ഇങ്ങനെ എൻ്റെ ഈ അപ്പിയറൻസ് കാണുന്ന ആർക്കും അത് മനസ്സിലാവില്ല. എല്ലാവരും നോക്കുമ്പോൾ എന്ന് വിചാരിക്കും, ഓ അവർക്ക് അവസ്ഥന് തണ്ടും തടിയുണ്ട്, പിന്നെ എന്താ ഈ പറയുന്നത് എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അതെന്താണെന്ന് അനുഭവിക്കുന്ന നമുക്ക് മാത്രമേ അറിയുള്ളൂ. നേരത്തെയൊക്കെ എന്താ പറയുന്നത്, ചികിത്സയ്ക്ക് എല്ലാവർക്കും ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാൻ പറ്റുക. ഇപ്പൊ 70 വയസ്സിന് മേളിലുള്ളവർക്ക് മാത്രമാണ് ആരോഗ്യ ഇൻഷുറൻസ് കിട്ടുന്നത്. അപ്പം അവിടെയും നമ്മൾ ഒഴിവായി പോയി. അപ്പം ചികിത്സിക്കാനും നമുക്ക് പണം വേണം, അത് നടക്കുന്നില്ല. നമ്മളുടെ എന്താ പറയുക, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചില കാര്യങ്ങളൊക്കെ മാറ്റി വെക്കാറുണ്ട്. എൻ്റെ വസ്ത്രം, ഭക്ഷണം, പിന്നെ ചികിത്സ, ഇത് നമ്മൾ മാറ്റി വെക്കും. ബാക്കി മറ്റു കാര്യങ്ങൾ, വാടക, കരണ്ട്, വെള്ളം, പിന്നെ എന്തെങ്കിലുമൊക്കെ ലോൺ ഉണ്ടെങ്കിൽ അത്, മക്കളുടെ പഠനം, എൻ്റെ മക്കൾ പിന്നെ ഒത്തിരി കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന കുഞ്ഞുങ്ങളാണ് കേട്ടോ. സാഹചര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന പിള്ളേരായതുകൊണ്ട് എനിക്ക് അത്ര വലിയ പ്രശ്നങ്ങളില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും അവർക്ക്, പക്ഷേ പലപ്പോഴും പലയിടങ്ങളിലും അവർ ചെറുതായി പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്കുള്ളു പെടയും. ആ ഉള്ളു പെടഞ്ഞാതെ ഇരിക്കാൻ വേണ്ടിയാണ് നമ്മളൊരു വരുമാനത്തിന് വേണ്ടി ശ്രമിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു ലക്ഷ്യമൊക്കെ മുൻപിൽ കണ്ടുകൊണ്ടാണ്, സ്വന്തമായിട്ടുള്ള ഒരു വീട് ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത്. ഞാനിവിടെ ആരെയും വ്യക്തിഹത്യ ചെയ്യാനൊന്നും താല്പര്യപ്പെടുന്നില്ല, ഒന്നുമില്ല. പിന്നെ എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിക്കുന്നതിന് ആരെയും കുറ്റപ്പെടുത്താതിരിക്കുക. അത് ഈ കഴിഞ്ഞ നാളുകളിൽ ഞാൻ പല വീഡിയോസിലുമൊക്കെ കണ്ടു. ഓരോരുത്തർക്ക് ഓരോ ജോലി ചെയ്യുന്നു, അതെന്തിനാ, അവർ ആ ജോലി എന്തിനു ചെയ്യുന്നു, അവർക്ക് വേറെ പണിയില്ലേ എന്ന് ചോദിക്കുന്നവരൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ ഞാനും ഈ ക്യാമറയും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ചിലരൊക്കെ എന്നെ ഇങ്ങനെ നോക്കാറുണ്ട്, ഇവരെന്തുവാ ഈ കാണിക്കുന്നത് ഈ ക്യാമറയൊക്കെ പിടിച്ചുകൊണ്ട് എന്നുള്ള രീതിയിൽ. നെവർ മൈൻഡ്. നമ്മൾക്ക് നല്ലതെന്ന് തോന്നിയാൽ നമ്മളത് ചെയ്യുക. അത് മറ്റുള്ളവരെ ഹനിക്കുന്ന ഒരു കാര്യം ആകാതെ ഇരുന്നാൽ മാത്രം മതി. നമുക്ക് നല്ലതെന്ന് ഫീൽ ചെയ്യുന്നത് ഉണ്ടോ അത് നമുക്ക് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഒരു അഭിപ്രായം അതാണ്. അപ്പോൾ നമ്മൾ ജീവിക്കുന്നതിന് വേണ്ടി, ഞാൻ ജീവിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ജോലികൾ ചെയ്തിട്ടുണ്ടെന്നറിയാമോ? ഞാൻ ജനിച്ചു വളർന്ന വീട്ടിൽ എനിക്ക് വലിയ കഷ്ടപ്പാടൊന്നും ഉണ്ടായിട്ടില്ല. എന്നെ അറിയുന്നവർക്കറിയാം ഞാൻ ജനിച്ചു വളർന്ന വീട്ടിൽ ഞാൻ എങ്ങനെ ജീവിച്ചവളാണ് എന്ന്. പക്ഷെ
പക്ഷേ ഇന്നത്തെ എൻ്റെ അവസ്ഥയിൽ എനിക്കൊന്നുമില്ല. ഞാൻ ഒന്നുമില്ലാത്ത ലിസ്റ്റിൽ പെടുന്ന ഒരു വ്യക്തിയാണ്. ഒന്നുമില്ലാത്ത ഒരു ലിസ്റ്റിൽ പെടുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. മനസ്സിലായോ? അതാണ് നമ്മളുടെ അവസ്ഥ. ആ അവസ്ഥയിൽ നിന്നും ഈ അവസ്ഥയിൽ ഇപ്പോൾ എത്തി വന്ന് നിൽക്കുമ്പോൾ നമ്മൾക്ക് വന്ന ആ ട്രാൻസ്ഫോർമേഷൻ, നമ്മൾക്ക് വന്ന മാറ്റം, അത് നമ്മൾക്ക് വരുന്ന മാറ്റങ്ങൾ നമ്മളെ ആകുമ്പോൾ നമുക്ക് എന്താ പറയുക, നമുക്കത് വലിയ ഫീലിംഗ് ആകുന്നില്ല. അതേസമയം നമ്മൾക്ക് വരുന്ന ആ മാറ്റം ഇങ്ങനെ നമ്മളെ ദുഃഖിപ്പിക്കുന്നതാകുമ്പോഴുണ്ടല്ലോ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരു പരിധി വരെ എൻ്റെ ജീവിതത്തിലെ ചില കഷ്ടപ്പാടുകളൊക്കെ ഞാൻ സ്വയമേറ്റി വാങ്ങിയതാണ്. ഞാനൊരു വ്യക്തിയെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാണ്. പക്ഷെ അദ്ദേഹം ഞങ്ങളെ ഇങ്ങനെ ഇട്ട് വലിച്ചെറിഞ്ഞിട്ട് പോകുന്നത് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഉത്തരവാദിത്തമില്ലായ്മയുടെ പ്രശ്നമാണ് അത്. ഞാൻ ഇനി മുന്നോട്ട് അതൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഞങ്ങൾ അനുഭവിക്കുന്ന ആ വേദന, എൻ്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന വേദന, അതൊന്നും പറഞ്ഞാൽ തീരില്ല. വീടില്ലാത്തതിൻ്റെ വിഷമം പലപ്പോഴും എന്താ പറയുന്നത്, നമ്മൾ പലപ്പോഴും ഇകിഴ്ത്തപ്പെടുമ്പോഴുള്ള ഒരു ഫീലിംഗ് ഉണ്ട്. അങ്ങനെയൊക്കെ ഒത്തിരി സാഹചര്യങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകാറുണ്ട്. പക്ഷെ ഞങ്ങൾ അവയൊക്കെ എങ്ങനെയാണ് നേരിടുന്നതെന്ന് ചോദിച്ചാൽ ജസ്റ്റ് സ്മൈൽ, ഞങ്ങൾ പുഞ്ചിരിയോടെ അതങ്ങോട്ട് നേരിടുകയാണ്. നമ്മളൊന്നും കണ്ടില്ല, നമ്മളൊന്നും കേട്ടില്ല എന്ന് അങ്ങ് വിചാരിച്ചാൽ തീർന്നതേ ഉള്ളൂ പ്രശ്നം, ഇല്ലേ? എനിക്ക് കഴിയും പോലെ ഞാനങ്ങ് കഴിയും, അത്രേ ഉള്ളൂ. പക്ഷെ ഒരു വീട്, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു വീട് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. വീട് ഉള്ളവന് വീടില്ലാത്തതിൻ്റെ വേദന അറിയില്ല. ആരോഗ്യമുള്ളവന് രോഗിയുടെ വേദന അറിയില്ല. അതുപോലെ അങ്ങനെ ഓരോ കാര്യങ്ങളും ഉള്ളവനില്ലാത്തവൻ്റെ വിഷമം അറിയില്ല, അല്ലേ? ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു കൊടുക്കും, മക്കളെ, ഇന്ന് നമ്മളെ അനേകര് സഹായിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു ജോലി കിട്ടി നിങ്ങൾ സ്റ്റേബിൾ ആകുന്ന കാലത്ത് നമ്മളെ സഹായിച്ചവരെ നമുക്ക് സഹായിക്കേണ്ട ഒരു കാര്യം വരുമോ എന്നറിയില്ല. എങ്കിലും നമ്മളെ പോലെ സഹായം ആവശ്യമായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവർ ചോദിക്കുന്നതിന് മുൻപേ അവർക്ക് ആ സഹായം ചെയ്തിരിക്കണം എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരമ്മയാണ്. മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ അനുഭവിച്ച വേദന, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദന, അത് ആരോടും പറഞ്ഞാൽ മനസ്സിലാവില്ല. ദൈവം തമ്പുരാനും മാത്രം അറിയാം. അപ്പോൾ എവിടെയോ തുടങ്ങി എവിടെ വരെയോ എത്തി. അതുകൊണ്ട് ക്ഷമിക്കുക. എങ്കിലും എൻ്റെ ആഗ്രഹം മറ്റൊന്നുമല്ല, എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം. അപ്പം അതിനു വേണ്ടിയായിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം. എങ്ങനെ ഹെൽപ്പ് ചെയ്യണം? ഞങ്ങളുടെ വീഡിയോസ് കാണണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സാധിക്കുമെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.